ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കുറച്ചധികം പെറ്റ്സുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് പെറ്റ്സുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. നമുക്ക് പെറ്റ്സുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ബുൾ മസ്റ്റിഫിൻ്റെ ഒരു അഡൽട്ട് ഫീമെയിലാണ് വന്നിരിക്കുന്നത്. 2 ലിറ്റർ എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നത് 10,000 രൂപയാണ്. 10,000 ആണ് ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. തിരുവനന്തപുരം ലൊക്കേഷൻ, ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല അടിപൊളി ഒരു ബുൾ മസ്റ്റിഫാണ് വന്നിരിക്കുന്നത്, ഫീമെയിൽ. ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് സെയിം ബ്രീഡറിൽ നിന്ന് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് 2,000 രൂപയാണ്. ഈ ഫീമെയിലിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ലിറ്റർ പ്രൂണാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 2,000 രൂപയാണ് ഈ ഫീമെയിലിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. ഈ 2 ഡോഗ്സും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അസീലിൻ്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. അസീൽ ഷോർട്ട് ബീക്കിൻ്റെ ഒരു ഫീമെയിൽ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 2,000 രൂപയാണ് ഈ ഫീമെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. 2 വട്ടം കുഞ്ഞുങ്ങളൊക്കെ ഇറക്കിയിട്ടുള്ള ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. ഷോർട്ട് ബീക്കാണ് വന്നിരിക്കുന്നത്. അടുത്ത് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കോഴിക്കാർപ്പിൻ്റെ നല്ല അടിപൊളി 2 പെയറുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 1 ഫീറ്റിൻ്റെ അടുത്ത് ലെങ്ത് ഉണ്ട്. അപ്പോൾ ഒരു പെയറിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് വെറും 600 രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നുള്ളൂ. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ കൊറിയറില്ല, ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ടി വരും. 600 രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. നല്ല അടിപൊളി കോഴിക്കാർപ്പുകളാണ് വന്നിരിക്കുന്നത്. 2 പെയറാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ 2 നല്ല അടിപൊളി കളേഴ്സാണ് വന്നിരിക്കുന്നത്. കോഴിക്കാർപ്പിൻ്റെ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള കോഴിക്കാർപ്പുകൾ. പെയറിന് 600 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. 1 ഫീറ്റിൻ്റെ അടുത്ത് ലെങ്ത് ഉണ്ട്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഫാൻറ്റെയിൽസുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 4 ഫാൻറ്റെയിലാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അമേരിക്കൻ ഫാൻറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പീസ് റേറ്റ് 600 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഫാൻറ്റെയിലുകൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സർവീസ് അവൈലബിൾ ആണ്. അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഡാഷ് ഹണ്ടിൻ്റെ ഫീമെയിൽ പപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത്. ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 2,500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. ഫീമെയിൽ പപ്പീസ് മാത്രമാണ് ഇവിടെ സെയിൽ ചെയ്യാനുള്ളൂ ഡാഷ് ഹണ്ടിൻ്റെ. അപ്പോൾ ചെറിയ സൈസിൽ നല്ല ഗാർഡിങ്ങും പെറ്റായിട്ട് വളർത്താൻ പറ്റിയ നല്ല അടിപൊളി ബ്രീഡാണ് ഡാഷ് ഹണ്ട്. അതിൻ്റെ ഫീമെയിൽ പപ്പീസാണ് നമുക്കിവിടെ കൊടുക്കാനുള്ളത്. വെറും 2,500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് കുറച്ച് പെറ്റ്സുകൾ വന്നിരിക്കുന്നത് പാലക്കാട് നിന്നാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് അവിടുന്ന് പറവ ക്രോസുകളാണ് വന്നിരിക്കുന്നത്. 5 എണ്ണം ഉണ്ട്. 700 രൂപയാണ് റേറ്റ് ചോദിക്കുന്നത്. പറവ ക്രോസുകൾ 5 എണ്ണം 700 രൂപ. അതുപോലെ മൊയിലുകളുണ്ട്, പ്രാവ് ഉണ്ട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്ത് വന്നിരിക്കുന്നത് ആൽമണ്ട് ഫാൻറ്റെയിലാണ് വന്നിരിക്കുന്നത്. 1000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വയ്ക്കുന്നത്. നല്ല ടൈൽ ക്വാളിറ്റിയൊക്കെ നല്ല അടിപൊളി ഫാൻറ്റെയിലാണ് വന്നിരിക്കുന്നത്. ജംബോ സൈസ് 1000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. അതേപോലെ അവിടുന്ന് ഒരു ജോഡി മൊയിലും സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. 500 രൂപയാണ് ഈ മൊയിലിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. പെയറിൻ്റെ റേറ്റ് 500 രൂപ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എക്സ്ട്രീം പഞ്ചിൻ്റെ ഒരു സ്റ്റഡ് മെയിലാണ് വന്നിരിക്കുന്നത്. 1 വയസ്സും 8 മാസം പ്രായമുള്ളത്. ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്.
അപ്പോൾ നല്ല എക്സ്ട്രീം പഞ്ചാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റഡ് മെയിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 10,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു ഡോൾ ഫേസിൻ്റെ അഡൽട്ട് ഒരു പെയർ കാറ്റുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത്. ഒരു മെയിലും ഫീമെയിലാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത്. തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അഡൽട്ട് പെയറിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 6,000 രൂപയാണ്. 6,000 ആണ് ചോദിച്ചിരിക്കുന്നത്. തൃശ്ശൂരാണ് ലൊക്കേഷൻ. റേറ്റ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ആരെങ്കിലും ഈ അഡൽട്ട് പേർഷ്യൻ ക്യാറ്റിൻ്റെ പെയറിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, സിംഗിളായിട്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ രണ്ടും മെയിലും ഫീമെയിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് നമുക്ക് കാറ്റ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എറണാകുളത്തു നിന്നാണ്. ഡോൾ ഫേസിൻ്റെ ഒരു മെയിൽ കാറ്റാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 1 വയസ്സ് പ്രായമുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 3,500 രൂപയാണ്. 3,500 ആണ് ഈ അഡൽട്ട് മെയിൽ കാറ്റിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 1 വയസ്സ് പ്രായമുണ്ട്. 3,500 രൂപയാണ് റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കുറച്ച് പെറ്റ്സുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരം നിന്നാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് അവിടെ നിന്ന് വന്നിരിക്കുന്നത് നേക്കഡ് നെക്ക് പുള്ളിക്കോഴിയുടെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. പുള്ളിക്കോഴിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 1,200 രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അവിടെ നിന്നൊരു ജർമ്മൻ ഷെപ്പേർഡിൻ്റെ മെയിൽ ഡോഗ് 4 മാസമായിട്ടുള്ള മെയിൽ പപ്പി വന്നിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 12,000 രൂപയാണ്. ഈ മെയിൽ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. സെയിം ബ്രീഡറാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 4 മാസമായിട്ടുള്ള മെയിലാണ് വന്നിരിക്കുന്നത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ. അടുത്ത അവിടെ നിന്ന് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ബീഗിളിൻ്റെ പപ്പീസും അതേപോലെ തന്നെ റോട്ടിൻ്റെ പപ്പീസാണ് വിത്ത് KCI സർട്ടിഫൈഡ് ആണ് വന്നിരിക്കുന്നത്. ബീഗിളിൻ്റെ പപ്പിക്ക് വിത്ത് KCI സർട്ടിഫൈഡ് 15,000 രൂപയാണ് അതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് വിത്ത് KCI സർട്ടിഫൈഡ്. റോഡ് വീലറിൻ്റെ പപ്പീസിനെ അവർ ചോദിച്ചിരിക്കുന്നത് വിത്ത് KCI സർട്ടിഫൈഡ് 16,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പപ്പീസുകളെല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പ്രാവുകളുടെ ഒരു ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത്. കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 50ഓളം ഫാൻസി പ്രാവുകളുണ്ട്. 8,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ഫാൻസി പ്രാവുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 50ഓളം ഉണ്ട്. അതിന് വെറും 8,000 രൂപയാണ് റേറ്റ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ബൾക്ക് ഫാൻസി പ്രാവുകൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. നല്ല അടിപൊളി ഒരു ഓഫറാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഫാൻസി പ്രാവുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. വീഡിയോയിൽ കാണുന്നതൊക്കെ 8,000 രൂപയാണ് റേറ്റ് ചോദിക്കുന്നുള്ളൂ. അടുത്ത നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ബർപ്പൻസ് ആണ് വന്നിരിക്കുന്നത്. 5 ബർപ്പൻസ് 2,000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ഥലം വന്നിരിക്കുന്നത് തിരുവല്ല അടുത്ത് മന്നാറാണ് സ്ഥലം വന്നിരിക്കുന്നത്. അപ്പോൾ 5 ബർപ്പൻസ് 2,000 രൂപയാണ് ചോദിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബേഡുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ആ വീഡിയോയിൽ നല്ല അടിപൊളി കളേഴ്സൊക്കെയാണ് വന്നിരിക്കുന്നത്. $2,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഈ ബേഡുകളിൽ 5 റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ബേഡുകൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോസൊക്കെ മാക്സിമം ഫ്രണ്ട്സിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.